Hey my dear lambs, welcome to the sessions of the CA Intermediate Paper number 1 Advanced Accounting. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് AS15 എംപ്ലോയി ബെനിഫിറ്റ്സ്. ASകളുടെ കൂട്ടത്തിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് സ്റ്റുഡൻസിന് ഫീൽ ചെയ്യുന്ന ഒരു AS ആണ് AS15 എന്ന് പറയുന്നത്. AS15 എന്താണ് ഡീൽ ചെയ്യുന്നത്? എടോ, എംപ്ലോയി ബെനിഫിറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസിന് ഒരു ഓർഗനൈസേഷൻ എംപ്ലോയീസ് അവരുടെ സർവീസ് റെൻഡർ ചെയ്തതിന് ഒരു പ്രതിഫലം കൊടുക്കുന്നെങ്കിൽ അതിനെയാണ് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം സാലറി, വേജസ് തുടങ്ങിയ എന്തുണ്ടായിരിക്കും, കുറച്ച് എംപ്ലോയി ബെനിഫിറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഒരു എംപ്ലോയിയെ സമയത്തോളം അവരെന്താണ് റെൻഡർ ചെയ്തത്, അതിന് എന്ത് പ്രതിഫലമാണ് കിട്ടുന്നത്. ഈ AS എന്താണ് ഡീൽ ചെയ്യുന്നത്? നിങ്ങൾക്കിപ്പോൾ ക്വസ്റ്റ്യനകത്ത് പണ്ട് നിങ്ങളുടെ +2 ടൈം അല്ലെങ്കിൽ നിങ്ങളുടെ CA ഫൗണ്ടേഷൻ ടൈം എടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി ടൈം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് തന്നേക്കും സാലറി ഇത്ര, അല്ലെങ്കിൽ പ്രീപെയ്ഡ് സാലറി ഇത്ര, സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഇത്ര. ഓക്കെ ആണോ? ബട്ട് ഈ AS നമ്മൾ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ എമൗണ്ടിലേക്ക് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്? ഓക്കെ ആണോ? ഈ ASന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ എംപ്ലോയി ബെനിഫിറ്റ്, എംപ്ലോയീസിന് കൊടുക്കേണ്ട എമൗണ്ടിനെ പ്രോപ്പറായി റെക്കോർഡ് ചെയ്യുക. ഇനി പേബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ലയബിലിറ്റി ഉണ്ടാക്കുക. ഓക്കെ ആണോ? ഇപ്പം ഒരു എംപ്ലോയി എന്ത് ചെയ്തിട്ടുണ്ട്, 11 മാസം വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ 5 മാസത്തെ സാലറി അല്ലെങ്കിൽ എംപ്ലോയീസിന് കൊടുക്കേണ്ട ബെനിഫിറ്റ് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താ, ബാക്കിയുള്ള പീരീഡിൽ അത് പേയ്മെൻറ്റ് ചെയ്യാനുണ്ട്. അതൊരു ലയബിലിറ്റിയാണ്. നമ്മളുടെ ബാലൻസ് ഷീറ്റിനകത്ത് എന്ത് വേണം, അത് റെക്കോർഡ് ചെയ്യണം. ഇനി നമ്മൾ പൊതുവെ എടുത്തു നോക്കുവാണെങ്കിൽ നമ്മൾ അക്രൂവൽ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുന്നത്. ശരിയാണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ പീരീഡിൽ സംബന്ധിച്ച അല്ലെങ്കിൽ ഈ പീരീഡിൽ ഉണ്ടായ ഒരു ലയബിലിറ്റിയാണ് അല്ലെങ്കിൽ അതൊരു എക്സ്പെൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല. യെസ്. നമ്മളിപ്പോൾ പ്രൂഡൻസ് കൺസെപ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്ത് വേണം, ആൻറ്റിസിപ്പേറ്റ് ആൾ പോസിബിൾ ലോസസ്. നിങ്ങളുടെ എല്ലാ പോസിബിൾ ആയിട്ടുള്ള ലോസ്, ലയബിലിറ്റീസ്, കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എംപ്ലോയീസിന് കൊടുക്കാനുള്ള ഈ എമൗണ്ടും പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇതാണ് നമ്മൾ ഈ ഒരു എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനകത്ത് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? നിങ്ങൾ സാലറി എന്ന് പേരങ്ങ് പറയുക. ജസ്റ്റ് എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു എന്താണ്, ഒരു ഫെമിലിയാരിറ്റി ഇല്ലാത്തതിൻ്റെ ഒരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. ഒന്നുമില്ലടോ, നമ്മൾ പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ള സാധനം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന സാധനം, നമുക്കറിയാവുന്ന സാധനം. ഓക്കെ ആണോ? നിങ്ങൾക്ക് ആ ഒരു ഫെമിലിയാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിച്ച് നോക്കുക. യെസ്. നമ്മൾ എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്, നമ്മൾ അക്രൂവൽ കൺസെപ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ് ബേസിസിൽ കൊടുത്തത് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആക്ച്വലി പേ ചെയ്തത്, അല്ലെങ്കിൽ ആക്ച്വലി നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു ഔട്ട്ഫ്ലോ മാത്രമായിരിക്കത്തില്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി എംപ്ലോയി ബെനിഫിറ്റ് എന്ന് കുറേ നേരം കൊണ്ട് പറയുന്നുണ്ട്. എന്താണ് എംപ്ലോയി ബെനിഫിറ്റ്? അത് മറ്റൊരു ചോദ്യമാണ്. ഇനി ഈ എംപ്ലോയി ബെനിഫിറ്റിനകത്ത് എംപ്ലോയി ആരാണ്, അത് മറ്റൊരു ചോദ്യമാണ്. ഓക്കെ ആണോ? ഇപ്പം ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പുള്ള ഒരു ആക്ടിവിറ്റിയിൽ രണ്ട് പേരുണ്ടെങ്കിൽ ആ വ്യക്തി ആരാണോ നമുക്ക് സർവീസ് തന്നത് അവരാരായിരിക്കും, എംപ്ലോയി ആയിരിക്കും.
എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടെങ്കിൽ അവരാരായിരിക്കും? നമ്മുടെ എംപ്ലോയി ആയിരിക്കും. നമ്മൾ ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആരായിരിക്കും? എംപ്ലോയർ ആയിരിക്കും. ഓക്കെ ആണോ? നമ്മളിപ്പം എടുത്ത് നോക്കുകയാണ്, സബ്സ്റ്റൻസ് ഓവർ ഫോം ഒക്കെ നോക്കുകയാണെങ്കിൽ, ലീഗാലിറ്റി നോക്കുകയാണെങ്കിൽ എന്തല്ല, നമ്മളുടെ എംപ്ലോയീസിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പം എംപ്ലോയീസിൻ്റെ കുടുംബം, കുട്ടികൾ, അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളവർ, ഇവരാരും എന്തല്ല, നമ്മുടെ എംപ്ലോയീസ് അല്ല. ബട്ട് എംപ്ലോയി മുഖേന അല്ലെങ്കിൽ എംപ്ലോയി റെൻഡർ ചെയ്ത സർവീസ് മുഖേന അവരും ബെനിഫിറ്റ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരും ആരാണ്? നമ്മുടെ എംപ്ലോയി ആയിട്ട് കൺസിഡർ ചെയ്യും. അവിടെ ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സർവീസ് കിട്ടിയതുകൊണ്ട്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എംപ്ലോയി എന്ന ആ ഒരു കാറ്റഗറിക്കകത്ത് ആരൊക്കെ വരും? സാധാ നമ്മളുടെ എംപ്ലോയീസ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ പേറോൾ രജിസ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സാലറി സ്റ്റേറ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസ് എന്ന് പറയുന്ന ലിസ്റ്റിനകത്തുള്ള ആളുകൾ. ഇനി പെൻഷനാണ് കൊടുക്കുന്നത്, ഫാമിലി മെമ്പേഴ്സിനാണ് കൊടുക്കുന്നത്, ഈ ഒരു എംപ്ലോയി ഓൾറെഡി നമുക്ക് വേണ്ടി കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും നമുക്ക് ഈ ഒരു കാറ്റഗറിക്കകത്ത് കൂട്ടാം. ഇനി എംപ്ലോയിയുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് നമ്മൾ എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുക്കുകയാണ്, അവരും എന്താണ്? ഈ ഒരു കാറ്റഗറിക്കകത്തുള്ളതാണ്. ഇനി ഡയറക്ടേഴ്സ്, കീ മാനേജീരിയൽ പേഴ്സൺസ്, അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ, സാർ അവരൊക്കെയും അവരും ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിനകത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടർ, മാനേജീരിയൽ ഡയറക്ടേഴ്സ്, ഇങ്ങനെ ഉള്ള ആളുകളുണ്ടല്ലോ, അവരെല്ലാം ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ അവർക്ക് സാലറി കൊടുക്കുന്നുണ്ട് എങ്കിൽ അവരും ഈ ഒരു എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിക്കകത്ത് വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് നമ്മുടെ കോൺട്രാക്ട് ഓഫ് സർവീസ് ആൻഡ് കോൺട്രാക്ട് ഫോർ സർവീസ്. രണ്ട് ടേമുകളാണ്. കോൺട്രാക്റ്റും സർവീസ് എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകൾ എന്താണ്? കോമൺ ആണ്. അതിൻ്റെ നടുക്ക് ഓഫ് സർവീസും ഫോർ സർവീസും ഉണ്ട്. ഓക്കെ ആണോ? ഇത് എങ്ങനെ ഡിഫറൻസ് ചെയ്യുന്നു? ഈ ഒരു ഓഫും ഫോറും എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? കോൺട്രാക്ട് ഓഫ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അത് ആ ഒരു സർവീസ് ചെയ്യുന്ന എന്ത് നേച്ചർ പോകുന്നത് എന്താണ്? നമ്മളുടെ എംപ്ലോയി റിലേഷനിലായിരിക്കും പോകുന്നത്. സർവീസ് റെൻഡർ ചെയ്യുന്നതാണ് അവിടുത്തെ ആക്ടിവിറ്റി. ഇനി കോൺട്രാക്ട് ഫോർ സർവീസ് എന്താണ്? ഒരു സർവീസിന് വേണ്ടി ഉണ്ടായ ഒരു കോൺട്രാക്റ്റാണ്. ഇപ്പം ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ടീച്ചറിനെ, അല്ലെങ്കിൽ ഒരു ഗസ്റ്റിനെ നമ്മൾ ക്ഷണിക്കുന്നു ഒരു സർവീസ് ചെയ്യാനായിട്ട്. ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ എന്താണ്? ഒരു സ്പെഷ്യൽ നേച്ചർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സർവീസിന് വേണ്ടി ആരായിരിക്കും? അവരൊരിക്കലും നമ്മുടെ എംപ്ലോയീസ് ആയിരിക്കത്തില്ല. ഒരു സ്പെഷ്യൽ സർവീസ് ഉണ്ട്, ആ സർവീസ് റെൻഡർ ചെയ്യാനായിട്ട്, ഇപ്പം പഠിപ്പിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കാനായിരിക്കാം, നമ്മൾ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി അവരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവരുമായിട്ടൊരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ പറ്റത്തില്ലായിരിക്കും. അവിടെ ഒരു എംപ്ലോയറുടെ കൺട്രോള് എക്സസൈസ് ചെയ്യാൻ ചെയ്യാൻ പറ്റത്തില്ല. ഇനി കോൺട്രാക്ട് ഓഫ് സർവീസ് എന്താ? കോൺട്രാക്ട് ഓഫ് സർവീസ് സെയിം, എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എംപ്ലോയർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നുണ്ട്? അവർ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഓർഗനൈസേഷന് വണ്ടിയുണ്ട്, വണ്ടി ഓടിക്കാൻ ആളില്ല, ആ വണ്ടി ഓടിക്കാനായിട്ട് ഒരാളെ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നു അവിടെ പോകണം, ഇവിടെ പോകണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം.
യെസ്, അയാൾ നമ്മുടെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർവീസ് റെൻഡർ ചെയ്യുന്നു, നമ്മൾ അയാളെ എംപ്ലോയി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു ടീച്ചറിനെ എടുത്തു, ഒരു വർഷത്തേക്ക് നമ്മൾ പറയുന്ന സബ്ജക്റ്റ് പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ ആണോ? അങ്ങനെ ആണെങ്കിൽ അതെന്തായിരിക്കും, ഒരു കോൺട്രാക്ട് ഓഫ് സർവീസ് ആയിരിക്കും. സാർ മനസ്സിലാവുന്നില്ല? യെസ്. ഇൻ കേസ് ഞാൻ പഠിച്ചു വെക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് 4 ആണ്. 4 ആണെങ്കിൽ നോ, ഈ ഓയും ഈ ഓയും എന്താണ്, ലാസ്റ്റാ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെന്തല്ല, എംപ്ലോയി അല്ല. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഇനി എംപ്ലോയി ബെനിഫിറ്റിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ക്യാഷ്, അല്ലെങ്കിൽ എന്താണ്, കൈൻഡ് ആയിരിക്കും. നമ്മളിപ്പോൾ പൈസയായിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ആയിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതർ ദാൻ മോണിറ്ററി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതും എന്തിനകത്ത് വരും, എംപ്ലോയി ബെനിഫിറ്റിനകത്ത് വരും. ഇനി എംപ്ലോയി ബെനിഫിറ്റ് എങ്ങനെ വരാം? ലീഗലി ഉണ്ടാവാം, ഇല്ലെങ്കിൽ ഒരു ഫോർമൽ എഗ്രിമെന്റ് വഴി ഉണ്ടാവാം, ഇല്ലെങ്കിൽ എന്താണ്, ഇൻഫോർമൽ രീതിയിൽ ഒരു കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ ആയിട്ടുണ്ടാവാം. സാർ മനസ്സിലാവുന്നില്ല? സ്വാഭാവികം. ഫോർമലി ഞാൻ ജോയിൻ ചെയ്യുന്നു, എൻ്റെ അടുത്ത് എൻ്റെ എംപ്ലോയർ പറയുകയാണ്, അല്ലാതെ നിങ്ങൾക്ക് മന്ത്ലി ഇത്ര രൂപ തരും, ഇന്നതുപോലെ ആയിരിക്കും കാര്യങ്ങൾ വരുന്നത്. ഇവിടെ നിലനിൽക്കുന്ന ഒരു നിയമം പറയുകയാണ്, എന്താണ്, ESI, PF, ഗ്രാറ്റുവിറ്റി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് ഇവിടുത്തെ നിയമമാണ് മാൻ. ഓക്കെ ആണോ? ആ നിയമം പറയുന്നതും ഓർഗനൈസേഷൻ അവരുടെ പോളിസികൾക്ക് അനുസൃതമായിട്ട് ചെയ്യുന്നതും എന്തിൻ്റെ പരിധി വരും? എംപ്ലോയി ബെനിഫിറ്റിൻ്റെ പരിധിയിൽ വരും. ഇനിയുമുണ്ട് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒബ്ലിഗേഷൻ. നമ്മൾ പരമ്പരാഗതമായി, അല്ലെങ്കിൽ നമ്മുടെ ഒരു കസ്റ്റമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ട്രഡീഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു കാര്യം ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ ദ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ക്രിസ്മസിന് ഇത്ര രൂപ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദീപാവലിക്ക് ഇത്ര രൂപ കൊടുക്കുന്നുണ്ട്. ഇൻ കേരള ഓണത്തിന് ബോണസ് ആയിട്ട് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കസ്റ്റമാണ്, വർഷങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ വരികയാണ്. അങ്ങനെയാണെങ്കിൽ അതും എന്തിൻ്റെ പരിധിയിൽ കൂട്ടാം? എംപ്ലോയി ബെനിഫിറ്റ്സിൻ്റെ പരിധിയിൽ കൂട്ടാം. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ അതും എംപ്ലോയി ബെനിഫിറ്റ്സിൻ്റെ പരിധിയിൽ കൂട്ടാം. അടുത്തത്, ഇനി ഇൻഫോർമൽ പ്രാക്ടീസിനകത്ത് വരുന്നത് ഇതൊരു കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ ആണ്. നമ്മൾ ഒരു ലെംസം പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുന്നു. ഇത് നമ്മുടെ ഒരു ഒബ്ലിഗേഷൻ ആണോ അല്ലയോ എന്നത് കുറേ നാളുകൊണ്ടേ നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു കാര്യമാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. അത് എംപ്ലോയി ബെനിഫിറ്റിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് അതിനെ എക്സ്പെൻസ്, അല്ലെങ്കിൽ അത് പേ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ലയബിലിറ്റി ആയിട്ട് മാറ്റാൻ. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ എംപ്ലോയി ബെനിഫിറ്റിനെ നമ്മൾ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫോർ ദ പർപ്പസ് ഓഫ് എന്തിന്, കാര്യങ്ങളെ റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഷോർട്ട് ടൈം എംപ്ലോയി ബെനിഫിറ്റ്സ് ഉണ്ട്, അടുത്തത് പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് ഉണ്ട്, അടുത്തത് ലോങ് ടൈം എംപ്ലോയി ബെനിഫിറ്റ്സ് ഉണ്ട്, അടുത്തത് ടെർമിനേഷൻ ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ ആണോ? 4 എണ്ണം ഉണ്ട്. ഷോർട്ട് ടൈം, പോസ്റ്റ് എംപ്ലോയ്മെന്റ്, ആൻഡ് ദെൻ ലോങ് ടൈം, ആൻഡ് ടെർമിനേഷൻ. ഓക്കെ ആണോ? ഇനി ഷോർട്ട് ടൈമിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ? നമ്മുടെ സാലറീസ് വരും, വേജസ് വരും, നോർമൽ സാധനങ്ങൾ, സാലറി, വേജസ്, ആനുവൽ പെയ്ഡ് ലീവ്, മെഡിക്കൽ, ഹൗസിങ്സ്, കാറുകൾ, നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ്. നമ്മുടെ നാട്ടിലില്ല, മറ്റ് രാജ്യങ്ങളിലുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തിൻ്റെ പരിധി വരും? നമ്മുടെ ഷോർട്ട് ടൈമിൻ്റെ പരിധിയിൽ വരും. ഇനി പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റിന്റെ അണ്ടറിൽ എന്തൊക്കെ വരും?
നമ്മുടെ സബാറ്റിക്കൽ ലീവ്സ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയി ഒരു ലോങ്ങർ പീരീഡിലേക്ക് എന്തെങ്കിലും പഠിത്തത്തിനോ അല്ലെങ്കിൽ അയാളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി കമ്പനി നിയോഗിച്ച് പറഞ്ഞു വിട്ടതായിരിക്കാം. അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ റെക്കോർഡ്സിനകത്ത് അയാൾ ഇപ്പോഴും എംപ്ലോയി ആണ്, അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ടായിരിക്കും, എംപ്ലോയി ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എങ്കിൽ ഇത് പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് ഈ കാറ്റഗറിക്കകത്തായിരിക്കും വരുന്നത്. ഇനി ലോങ് സർവീസ് അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ പുള്ളിക്കൊരു എന്ത് കൊടുക്കുന്നുണ്ട്, അവാർഡോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും എന്തിൻ്റെ പരിധി വരും, പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് എംപ്ലോയി ബെനിഫിറ്റിൻ്റെ അണ്ടറിൽ വരും. ഇനി ലോങ് ടേം ഡിസബിലിറ്റി ബെനിഫിറ്റുകൾ കാര്യങ്ങളെല്ലാം വരും. മേജറായിട്ട് ഇതൊക്കെ ആയിരിക്കും വരുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ആലോചിക്കുക ഇതൊക്കെ വരുമോ, പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. അപ്പം ജസ്റ്റ് പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ആണോ, എങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്യുന്ന വിധം കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സർ കാണാതെ പഠിക്കണം, അങ്ങനെ ജസ്റ്റ് വായിച്ചു വിടുക. ഓക്കെയാണോ? അടുത്തത് ഇനി ലോങ് ടേം എംപ്ലോയി ബെനിഫിറ്റിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്താണ്, പെൻഷൻ, മെഡിക്കൽ കെയർ, ഗ്രാറ്റുവിറ്റി, ഇതൊക്കെ ആയിരിക്കും എന്താ ജനറലി വരുന്നത്. ഇനി ടെർമിനേഷൻ ബെനിഫിറ്റിനകത്ത് ഇവിടുന്ന് പോകുന്നു, രാജിവെച്ച് പോവാണ്, അങ്ങനെയാണെങ്കിൽ വോളണ്ടറി റിട്ടയർമെൻറ്റിനുള്ള ബെനിഫിറ്റ്. അടുത്തത് റിട്ടൻച്ച്മെൻറ്റ് ബെനിഫിറ്റ്, ഇക്കാര്യങ്ങളും എന്താ വരും, നമ്മുടെ എംപ്ലോയി ബെനിഫിറ്റിൻ്റെ കീഴിൽ വരും. ഓക്കെയാണോ? അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ടൈം ലിമിറ്റ് നോക്കുകയാണെങ്കിൽ വിത്തിൻ 12 months ആണ് എങ്കിൽ ഇൻ ബിറ്റ്വീൻ ആ പീരീഡ് ആ ഒരു സർവീസ് റെൻഡർ ചെയ്തു എന്നിട്ട് ദെൻ വിത്തിൻ 12 monthsനുള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് സെറ്റിൽമെൻറ്റ് നടത്തുകയാണെങ്കിൽ അതെന്താണ്, ഷോർട്ട് ടൈം എംപ്ലോയി ബെനിഫിറ്റാണ്. ഇനി 1 വർഷം കഴിഞ്ഞു എന്നിട്ട് നമ്മൾ കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ആ ഇതിന് കുറേ നാൾ വാലിഡിറ്റി ഉണ്ട് എങ്കിൽ അത് ലോങ് ടൈം എംപ്ലോയി ബെനിഫിറ്റ് ആയിരിക്കും. ഇനി റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടാണ് എങ്കിൽ എന്താണ്, റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോസ്റ്റ് എംപ്ലോയി ബെനിഫിറ്റിൻ്റെ അണ്ടറിൽ വരും. ഓക്കെയാണോ? ഇനി ഷോർട്ട് ടൈം എംപ്ലോയി ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു സെറ്റിൽ ചെയ്യും 12 months ഫ്രം ദ റിപ്പോർട്ടിംഗ് ഡേറ്റ്. ഏത് ഇപ്പം നമ്മളൊരു സർവീസ് റെൻഡർ ചെയ്തു, ആ റെൻഡർ ചെയ്തിട്ട് വിത്തിൻ 12 months അല്ലെങ്കിൽ 1 year, അങ്ങനെയാണെങ്കിൽ നമ്മൾ സെറ്റിൽ ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഷോർട്ട് ടൈം എംപ്ലോയി ബെനിഫിറ്റ് എന്ന് വിളിക്കും. ഇനി പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് ഉണ്ട്. പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് എന്താ, സെറ്റിൽഡ് ഓൺ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് റിട്ടയർമെൻറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റിൽമെൻറ്റ് നടത്തുവാണെങ്കിൽ അതിനെ നമ്മൾ എന്താന്ന് വിളിക്കും, നമ്മുടെ പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് എന്ന് വിളിക്കും. ഇനി ലോങ് ടൈം എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് എന്താണ്, അതെന്ന് പറയുന്നത് 12 മാസം ഫ്രം എവിടാണ്, നമ്മുടെ ആ ഒരു സർവീസ് റെൻഡർ ചെയ്തിട്ട് 12 മാസം കഴിഞ്ഞിട്ട് അതിന് ശേഷമാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ലോങ് ടൈം എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറയും. ബട്ട് റിട്ടയർ ആവുന്നതിന് മുമ്പ് നമുക്ക് എന്ത് കിട്ടിയിരിക്കും, പൈസ കിട്ടിയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടിയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, ഒരു ലോങ് ടൈം എംപ്ലോയി ബെനിഫിറ്റ് ആണ്. യെസ്. അടുത്തത് ഇനി ടെർമിനേഷൻ ബെനിഫിറ്റ്, നമ്മൾ ഇവിടുന്ന് പോകുന്നതിന്, ടെർമിനേറ്റ് ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്ന എമൗണ്ടും ഈ എംപ്ലോയി ബെനിഫിറ്റിൻ്റെ പരിധിയിൽ വരും. അതിനെ നമ്മൾ ടെർമിനേഷൻ ബെനിഫിറ്റ് എന്ന് വിളിക്കും. ഓക്കെയാണോ? അടുത്തത് നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിനകത്തോട്ട് പോവാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മൊഡ്യൂളിനകത്ത് ഡീൽ ചെയ്യും. ഓക്കെയാണോ? യെസ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈം എംപ്ലോയി ബെനിഫിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വിത്തിൻ 12 months ഫ്രം ദ ഡേറ്റ്, ആ ഒരു റെൻഡർ ചെയ്ത് കാര്യങ്ങൾ കഴിഞ്ഞിട്ട്. ഇവിടെ എന്ത് ചെയ്യത്തില്ല, ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്ന കാര്യം ചെയ്യത്തില്ല, അത് അപ്ലൈ ചെയ്യത്തില്ല. നമ്മൾ എന്ത് ചെയ്യത്തില്ല, നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കത്തില്ല, ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഈ പരിപാടികളിലേക്ക് പോകത്തില്ല. FM ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷന് പഠിച്ച ടൈം വാല്യൂ ഓഫ് മണി, അതിനകത്ത് കുറച്ച് ഡിസ്കൗണ്ടിങ് ടെക്നിക്കുകൾ അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ കമ്പ്യൂട്ടേഷൻസ് കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. ഇന്നത്തെ 1 രൂപയുടെ വാല്യൂ നാളെ എന്തായിരിക്കും,
അല്ലെങ്കിൽ ഇന്നലെ എന്തായിരുന്നു, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കുന്ന കാര്യങ്ങളല്ലേ. അങ്ങനെയുള്ള കാര്യത്തിനകത്തോട്ട് പോയി കമ്പ്യൂട്ടേഷൻ ചെയ്യേണ്ട കാര്യമില്ല. എപ്പോ നമ്മൾ ഷോർട്ട് ടൈം എംപ്ലോയി ബെനിഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്ത എക്സാമ്പിളുകളാണ് ഇതിനകത്തുള്ളത്. ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രോഫിറ്റ് ഷെയറിങ് ആൻഡ് ബോണസ്, അത് 12 months വിത്തിൻ ആണെങ്കിൽ ഇതിൻ്റെ എൻട്രി വരും ഷോർട്ട് ടൈം എംപ്ലോയി ബെനിഫിറ്റ്. അതർവൈസ് ജനറലിലുള്ള കാര്യങ്ങളാണ്. ഇനി റെക്കഗ്നീഷൻ ആൻഡ് മെഷർമെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 കാറ്റഗറി ഉണ്ട്. ഒന്ന് നമ്മുടെ ലയബിലിറ്റി ആണ് ഈ ബെനിഫിറ്റ്. മറ്റൊന്ന് നമ്മൾ ഈ പേ ചെയ്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് ആണ്. മറ്റൊന്ന് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതിൻ്റെ കാര്യം പോട്ടെ, അത് ക്യാപിറ്റലൈസേഷൻ ചെയ്യും. അവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളാണെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ചെയ്യും, ഈ ഒരു എക്സ്പെൻസിനെ ക്യാപിറ്റലൈസേഷൻ ചെയ്യും. എപ്പോൾ നമ്മളിപ്പം AS10 ഡീൽ ചെയ്യും, എന്താണ് നമ്മളൊരു അസറ്റ് അതിൻ്റെ അഡീഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻവെൻട്രിയുടെ ആണെങ്കിൽ പ്രസൻറ്റ് ലൊക്കേഷൻ കണ്ടീഷൻ അതിനകത്തോട്ട് ബ്രിങ് ചെയ്യുന്നതിനകത്ത് ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് ആ എക്സ്പെൻസുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇവൻറ്റുമായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി അസറ്റിൻ്റെ കേസ് എന്ന് പറയുന്നത് ഇപ്പം 12,000 രൂപ നമ്മൾ പേ ചെയ്തിട്ടുണ്ട്, ആ വ്യക്തി ആ എംപ്ലോയി നമുക്ക് വേണ്ടി 10,000 രൂപയ്ക്ക് വർക്ക് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2,000 രൂപ നമ്മുടെ എന്താണ്, നമ്മൾ പ്രീപെയ്ഡ് എംപ്ലോയി ബെനിഫിറ്റ് ആണ്, സാലറി ഇൻ അഡ്വാൻസ്. ഓക്കെ, പഠിച്ചിട്ടില്ലേ? സെയിം. ഇനി ലയബിലിറ്റി പാർട്ടിനകത്തോട്ട് വരുവാണെങ്കിൽ ഇറ്റ്സ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഔട്ട്സ്റ്റാൻഡിങ് പഠിച്ചിട്ടില്ലേ? സാലറി പേ ചെയ്തത് അയാൾ റെൻഡർ ചെയ്ത അല്ലെങ്കിൽ ആ വർക്കിന് അക്രൂഡ് ആയിട്ടുള്ള എമൗണ്ടിനെക്കാട്ടിലും കുറവാണ്. 10,000 രൂപയാണ് അക്രൂഡ് എമൗണ്ട്. 10,000 രൂപയ്ക്കുള്ള വർക്കാണ് അയാൾ ചെയ്തേക്കുന്നത്, പക്ഷെ നമ്മൾ 8,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2,000 രൂപ ഇനി എന്ത് ചെയ്യാൻ കിടപ്പുണ്ട്, പേ ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് എംപ്ലോയി ബെനിഫിറ്റ്. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എംപ്ലോയി ബെനിഫിറ്റ്? ഇനി പ്രീപെയ്ഡ് എംപ്ലോയി ബെനിഫിറ്റ്. പ്രീപെയ്ഡ് എംപ്ലോയി ബെനിഫിറ്റ് നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്തു. അസറ്റായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്രീപെയ്ഡ് സാലറി. പ്രീപെയ്ഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് അത് പറയുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഒന്ന് മനസ്സിലാക്കാൻ. ഓക്കെയാണോ? സാലറി ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇറ്റ്സ് എ ലയബിലിറ്റി. പ്രീപെയ്ഡ് സാലറി ഇറ്റ്സ് ആൻ അസറ്റ്. ഇത്രയും കാര്യം ഓർക്കുക ജസ്റ്റ്. ഇനി അതിൻ്റെ എൻട്രിയിലോട്ട് വരുവാണെങ്കിൽ, ജേണൽ എൻട്രിയിലോട്ട് വരുവാണെങ്കിൽ, ഇപ്പോൾ സാലറി, ഇവിടെ എംപ്ലോയി ബെനിഫിറ്റ് നിങ്ങൾ നോക്കണ്ട. സാലറി എവിടെ നിന്ന് പോയി? ബാങ്ക് എന്ന് പറയുന്ന അസറ്റിനകത്ത് നിന്ന് പോയി. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, അസറ്റ് കുറഞ്ഞു. ഇവിടെ എന്ത് ചെയ്തു? ലയബിലിറ്റി കൂടി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടി, അസറ്റ് കുറഞ്ഞു, ആൻഡ് ലയബിലിറ്റി കൂടി. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ഇയർ ലയബിലിറ്റി, ഇത് ഏത് വർഷത്തെ ലയബിലിറ്റി ആണ്? കഴിഞ്ഞ വർഷത്തെ ലയബിലിറ്റി ആണ്. ഈ വർഷമാണ് അത് പേ ചെയ്യുന്നത് എങ്കിൽ നമ്മളുടെ ലയബിലിറ്റി കുറഞ്ഞു, നമ്മുടെ അസറ്റ് കുറഞ്ഞു. ഓക്കെ ആണോ? യെസ്, ഇതാണ് ഇൻ റിലേറ്റിംഗ് ടു ദ എംപ്ലോയി ബെനിഫിറ്റിൻ്റെ ലയബിലിറ്റിയിൽ ഉണ്ടാകുന്ന എൻട്രീസ്. സിമ്പിൾ. ഇനി പ്രീപെയ്ഡ് എംപ്ലോയി ബെനിഫിറ്റ്സിനകത്തോട്ട് വരികയാണെങ്കിൽ എന്താണ് എംപ്ലോയി ബെനിഫിറ്റ്? ഇത് എക്സ്ട്രാ കൊടുത്ത കാര്യമാണ്. എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടി, അസറ്റ്, പ്രീപെയ്ഡ് എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറയുന്ന അസറ്റ് കൂടി, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. ഓക്കെ ആണോ? എന്തൊക്കെയാണ്? എക്സ്പെൻസ് കൂടി, അസറ്റ് കൂടി, ആൻഡ് അസറ്റ് കുറഞ്ഞു. സാർ അടുത്ത വർഷം എന്ത് ചെയ്യും? ഈ അസറ്റ് കൂടിയത് ഏത് വർഷം റിലേറ്റ് ചെയ്തതാണ്? ഇത് സാലറി, ഇത് എക്സ്പെൻസ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, മാറ്റിയിട്ടില്ല. ഇത് അസറ്റ് ആയിട്ടാണ് ഇപ്പോഴും കിടക്കുന്നത്.
ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് അടുത്ത വർഷത്തെ എക്സ്പെൻസ് ആണ്. നമ്മൾ എക്സ്പെൻസ് കൂടി ആൻഡ് ദെൻ ദ അസറ്റ് കുറഞ്ഞു. ഓക്കെ ആണോ? പക്ക ക്ലിയർ. ഇതാണ് ഡീൽ ചെയ്യുന്നത്. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ബോണസ് ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാനിൻ്റെ കാര്യമാണ്. അത് ഈ ഒരു പോയിന്റുകൾ ഇപ്പം എക്സാമിന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ കാര്യം ഈ 3 പോയിന്റുകളാണ്. ഓക്കെ ആണോ? നിങ്ങളുടെ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ആണ്. ദാറ്റ് മീൻസ് ഈ എമൗണ്ട് പേ ചെയ്യാനുള്ള പ്രോബബിൾ ലയബിലിറ്റി എന്ന് പറയുന്ന മോർ ദാൻ 50% ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. അടുത്തത് നമ്മുടെ റിസോഴ്സുകൾ ക്യാഷ് ഓർ അസറ്റ് അത് വെച്ചിട്ട് നമ്മുടെ ഈ പ്രോഫിറ്റ് ഷെയറിങ് അല്ലെങ്കിൽ ബോണസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. നമ്മളെ കൊണ്ട് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മുടെ എസ്റ്റിമേഷൻസ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതും എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്തിട്ട് ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എംപ്ലോയി ബെനിഫിറ്റിനെ റെക്കോർഡ് ചെയ്യണം. ഓക്കെ ആണോ? ലയബിലിറ്റി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ലയബിലിറ്റി ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ മൊഡ്യൂളിനകത്ത് ഇന്നത്തെ സെഷനകത്ത് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. യെസ്, ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് മൊഡ്യൂൾ വഴി ഒന്ന് പോവാം. യെസ്, എംപ്ലോയി ബെനിഫിറ്റ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്യും എന്ന് പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ വരും അതെന്ന് പറയുന്നത് ഫോർമലായിട്ടുള്ള നമ്മുടെ എഗ്രിമെൻ്റ് പ്ലാനുകൾ, പിന്നെ നമ്മുടെ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് കാര്യങ്ങൾ, ആൻഡ് ദെൻ ഇൻഫോർമൽ പ്രാക്ടീസുകളും ഇതിൻ്റെ പരിധിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അടുത്തത് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നില്ല, അധികമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു മീനിങ്ങിലോട്ട് വരുന്നില്ല. നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? എടുക്കുന്നുണ്ട്. ഇനി സ്റ്റാൻഡേർഡ് ആപ്ലിക്കബിൾ ടു ദ ബെനിഫിറ്റ് പ്രൊവൈഡഡ് ടു ആൾ ടൈപ്പ് ഓഫ് എംപ്ലോയീസ്, എല്ലാവരും അതിൻ്റെ കീഴിൽ വരും. എംപ്ലോയർ ബെനിഫിറ്റിനകത്തുള്ള എല്ലാം വരും. ഏജൻറ്റ് പ്രിൻസിപ്പൽ ആ ഒരു കാറ്റഗറിക്കകത്തുള്ളവരെന്ത് ചെയ്യത്തില്ല? ഈ ഒരു ഇതിനകത്ത് വരത്തില്ല. ഓക്കെ ആണോ? അടുത്തത് ഇത് ക്യാഷ് ഓർ കൈൻഡ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇവിടെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്ത് പോലും പോകാൻ പറ്റും. ദെൻ എംപ്ലോയീസിനകത്ത് അവരുടെ ഡിപ്പെൻഡൻസ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇനി ഡയറക്റ്റ്ലി എംപ്ലോയീസിന് പോവാം, അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻറ്റിന് എന്ത് പോവാം? നമ്മുടെ ബെനിഫിറ്റ് പോകാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇനി എംപ്ലോയീസ് കവേർഡ് ആയിട്ടുള്ളത് നമ്മുടെ എംപ്ലോയർ റിലേഷൻഷിപ്പ് നെസസറി ആണോ എന്നതാണ് ചോദ്യം. ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുന്നില്ല? ഡിഫൈൻ ചെയ്യുന്നില്ല എംപ്ലോയി ആരാണ്. യെസ്, ബട്ട് എംപ്ലോയിയെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഫുൾ ടൈം ആവാം, പാർട്ട് ടൈം ആവാം, പെർമനൻ്റ് ആവാം, കാഷ്വൽ ആവാം, ടെമ്പററി ആവാം, ഇനി ഹോൾ ടൈം ഡയറക്ടേഴ്സ് ആവാം, അതർ മാനേജ്മെൻറ്റ് പേഴ്സൺസ് ആവാം, ഇങ്ങനെ ആര് വേണമെങ്കിലും ആവാം. ഇവിടെ എന്താടാ വേണ്ടേ? ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് വേണം. ഓക്കെ ആണോ? ആപ്ലിക്കബിൾ ടു ആൾ ഫോംസ് ഓഫ് എംപ്ലോയർ റിലേഷൻഷിപ്പ്. ഒരു ഫോർമൽ ആയിട്ടുള്ളത് മാത്രമേ പറ്റൂ എന്ന് പറയരുത്. അതല്ല, ഫോർമൽ അല്ല, ക്വസ്റ്റ്യനും അതാണ് ചോദിച്ചേക്കുന്നത്. ഫോർമൽ ആയിട്ടുള്ളത് മാത്രമേ പറ്റത്തുള്ളൂ. ഇല്ല, എംപ്ലോയർ റിലേഷൻഷിപ്പ് വരുന്ന എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കോൺട്രാക്ട് ഓഫ് സർവീസിൻ്റെ കാര്യം വരുന്നുണ്ട്, കോൺട്രാക്ട് ഫോർ സർവീസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, കോൺട്രാക്ട് ഫോർ സർവീസ് ആണെങ്കിൽ എന്താണ്? ഒരു സർവീസ് റെൻഡർ ചെയ്യാനായിട്ട് കൊണ്ടുവന്നതായിരിക്കും. അത് എന്തിൻ്റെ അണ്ടറിൽ വരത്തില്ല? ഇവിടെ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് വരാത്തത് കൊണ്ട് നമ്മുടെ ഈ ഒരു ഡെഫിനേഷനകത്ത് എംപ്ലോയി എന്നുള്ള ഡെഫിനേഷനകത്ത് വരത്തില്ല. ഇനി കോൺട്രാക്ട് ഓഫ് സർവീസ് ആണെങ്കിൽ എന്ത് വരുന്നുണ്ട്? ഒരു റിലേഷൻഷിപ്പ് ഓഫ് എംപ്ലോയർ വരുന്നുണ്ട്. ഓക്കെ ആണോ?
അപ്പോൾ അതെന്ത് ചെയ്യും, അത് വരും. ഇനി അടുത്തത്, enterprise required to provide for the employee benefit arise from the ഇൻഫോർമൽ പ്രാക്ടീസിനകത്തു നിന്നുള്ളത് ഉണ്ടോ ഇല്ലയോ, നമ്മൾ അതും എന്ത് ചെയ്തിട്ടുണ്ട്, ഡീല് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഹിസ്റ്റോറിക്കൽ പാറ്റേൺ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ബോണസിൻ്റെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഒരു കസ്റ്റംസ് അതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഇൻഫോർമൽ ആയിട്ടുള്ള പ്രാക്ടീസുകളുടെ അതും എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റാൻഡേർഡ് കവർ ചെയ്യുന്നുണ്ട്. അതും എന്താണ്, എംപ്ലോയി ബെനിഫിറ്റ് തന്നെ ആണ്. ഓക്കെ, അതെന്താ ചെയ്യണം, കെയർഫുള്ളി ജഡ്ജ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ഓൾറെഡി പറഞ്ഞ അക്കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്താൽ മതി. അടുത്തത് ഷോർട്ട് ടൈം, നമ്മുടെ കാറ്റഗറീസിൻ്റെ കാര്യം പറഞ്ഞു. ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം, പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് നമ്മുടെ ടെർമിനൽ ആയിട്ടുള്ള ബെനിഫിറ്റിൻ്റെ കാര്യം, ഇതും ഇവിടെ വരുന്നുണ്ട്, കാറ്റഗറിക്കകത്ത് വരുന്നത്. നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. നിങ്ങളിപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ നോട്ട്സിനകത്തുള്ള നമ്മൾ ഓൾറെഡി ചാർട്ടിനകത്ത് കാണിച്ച പോയിന്റുകളെ നിങ്ങളുടെ ലാംഗ്വേജിനകത്ത് മാറ്റി എഴുതുക. ഓക്കെയാണോ, അതിനെ ഒരു പാര ആക്കി മാറ്റുക. ഇനി നമ്മൾ ഡീൽ ചെയ്യുന്ന എന്താണ്, ഷോർട്ട് ടൈം എംപ്ലോയി ബെനിഫിറ്റിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്ത കാര്യം തന്നെ. വിത്തിൻ 12 months ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ പീരീഡ് സർവീസ് ഈസ് റെൻഡേഡ്. നമ്മളിപ്പോൾ ഒരു സർവീസ് റെൻഡർ ചെയ്തിട്ട് ആ പീരീഡ് അവസാനിച്ചിട്ട് വിത്തിൻ 12 monthsനുള്ളിൽ അടുത്ത വർഷം എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടൈം ആയിരിക്കും. അത് തന്നെയാണ് പറയുന്നത്. ഇനി ഏതൊക്കെ കാറ്റഗറിയാണ് ഈ ഷോർട്ട് ടൈം എന്നുള്ള കാര്യമാണ്, അതിനെ ക്ലാസിഫൈ ചെയ്ത് രീതിയാണ് പറഞ്ഞേക്കുന്നത്. റെഗുലർ ആയിട്ടുള്ളത്, ഇനി ഷോർട്ട് ടൈം കോമ്പൻസേറ്റഡ് ആബ്സെൻസുകൾ, പ്രോഫിറ്റ് ഷെയറിംഗ് ബോണസുകൾ, നോൺ മോണിറ്ററി ബെനിഫിറ്റുകൾ കാര്യങ്ങൾ ഒക്കെയാണ്. ഇനി ഷോർട്ട് ടൈം ബെനിഫിറ്റിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. കാറ്റഗറൈസ് ചെയ്യുമ്പം ഷോർട്ട് ടൈം പെയ്ഡ് അഡ്വാൻസസിനെ നമ്മൾ എഗെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. എന്താണ്, അക്യുമുലേറ്റിങ്ങും നോൺ അക്യുമുലേറ്റിങ്ങുമായിട്ട് മാറ്റുന്നുണ്ട്. ഈ നോൺ അക്യുമുലേറ്റിംഗ് ദാറ്റ് മീൻസ് അക്യുമുലേറ്റ് ചെയ്യുക, കൂട്ടിച്ചേർന്ന് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിനകത്തോട്ട് പോകാൻ പറ്റും. ഓക്കെയാണോ. നോൺ അക്യുമുലേറ്റിംഗ്, ആ നോൺ അക്യുമുലേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൂടിച്ചേർന്ന് പോകാൻ പറ്റത്തില്ല, ക്യാരി ഫോർവേഡ് ചെയ്യത്തില്ല. ഈ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേനും അതെന്താവും, ലാപ്സ് ആയി പോകും. ഒരാൾക്ക് ഇപ്പോൾ ഒരു മാസം ഒരു ലീവ് വെച്ചിട്ടുണ്ട്, ഈ വർഷത്തിൻ്റെ അവസാനം എത്തുമ്പോഴത്തേനും എല്ലാം യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യും, തീർന്നു, ലാപ്സ് ആവും. അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അക്യുമുലേറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചേർത്ത് കൂട്ടി കൊണ്ടുപോകാം. ഈ വർഷത്തെ 12 ലീവ്, അടുത്ത വർഷത്തെ 12 ലീവ് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. ക്യാരി ഫോർവേഡ് ഈസ് പോസിബിൾ. ഇനി വെസ്റ്റിങ്ങിനകത്ത് എന്ത് ചെയ്യാം, നമുക്ക് അത് ക്യാഷായിട്ട് മാറ്റാൻ പറ്റും. നോൺ വെസ്റ്റിങ്ങിനകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്യാഷാക്കി മാറ്റാൻ പറ്റത്തില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ അക്രൂവൽ കോൺസെപ്റ്റ് വെക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ലയബിലിറ്റി അസറ്റ്, ആ കാര്യത്തിൽ നിന്ന് ഡിറൈവ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. വെരി സിമ്പിൾ. ഇവിടെ നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, സാലറി കൊടുക്കുന്നത് 2 കോടി രൂപയുണ്ട്. ബട്ട് ആക്ച്വലി പേ ചെയ്തത് എത്ര, 1.90 അത്രേ പേ ചെയ്തിട്ടുള്ളൂ. ബാലൻസ് എന്തുകൊണ്ട്, ലയബിലിറ്റി ഉണ്ട്, പേയബിൾ ഉണ്ട് അല്ലേ. ബാലൻസ് മീൻസ് 10 lakh. സിമ്പിൾ അല്ലേ, പേടിച്ച പോലെ ഉണ്ടോ. നമ്മൾ ഡീൽ ചെയ്ത് അതേ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് വായിച്ചു വിടുക. ഇനി ഈ ഒരു ക്വസ്റ്റ്യനകത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ എൻ്റർപ്രൈസിന് എന്തുണ്ട്, 100 employees ഉണ്ട്. ഓക്കെയാണ്. അവർക്ക് 5 working days ആണ് ലീവായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ആ ദിവസങ്ങളിൽ നിങ്ങൾ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പൈസ കിട്ടും. നല്ല കോൺസെപ്റ്റ്. ഓക്കെയാണോ. ഒരു വർഷത്തെ കാര്യമാണ് പറയുന്നത്. ദാറ്റ് മീൻസ് 500 വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ എന്ത് ചെയ്യും, പേയ്മെൻറ്റ് കൊടുക്കും. ഓക്കെയാണോ. ഇനി ക്വസ്റ്റ്യനകത്തോട്ട് വരുവാണെങ്കിൽ നമ്മൾ കണക്കുകൾ കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മുടെ എന്തുണ്ട് പാസ്റ്റ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ 92 employees
5 ദിവസത്തിൽ കൂടുതൽ എന്ത് ചെയ്യത്തില്ല, ലീവ് എടുക്കത്തില്ല. ദാറ്റ് മീൻസ് 460 വർക്കിംഗ് ഡേയ്സ്. ഇതെന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡും ചെയ്യാം കേട്ടോ. ഇത് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഇനി റിമൈനിങ് 8 പീപ്പിൾ, 100 പേരുണ്ടെന്നല്ലേ പറഞ്ഞ്, അവരാണ് എടുക്കുന്നത് 6.5 അല്ലെങ്കിൽ 6.5 ദിവസമാണ് എന്ത് ചെയ്യുന്നത്, ലീവ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് അവർ ക്യാരി ഫോർവേഡ് 1.5 എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത് എത്ര, അല്ല നമ്മുടെ കമ്പനിയുടെ പോളിസി അനുസരിച്ച് എത്ര ആണ് ഈ വർഷം വരുന്നത്, 500. ബട്ട് ആക്ച്വലി എത്ര സംഭവിച്ചു, 512. ഈ 12 ദിവസത്തിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യണം, ബുക്ക് ചെയ്യണം. അതെന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ആസ് ലയബിലിറ്റി ആയിട്ട് ബുക്ക് ചെയ്യണം. നോൺ അക്യുമുലേറ്റിംഗ് എന്താണ്, ക്യാരി ഫോർവേഡ് ചെയ്യത്തില്ല. ഈ വർഷം കഴിയുമ്പോൾ തീർന്നു. ഓക്കെയാണോ? ഇനി പ്രോഫിറ്റ് ഷെയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. ഇതൊരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ആയിരിക്കണം, റിലയബിളി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെയാണോ? ഇനി ഇവിടെ പറയാണ്, ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ ഒരു എൻ്റർപ്രൈസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, എംപ്ലോയീസ് ആരും ലീവ് ചെയ്തിട്ടില്ലെങ്കിൽ, നോ എംപ്ലോയി ലീവ് ഡ്യൂറിങ് ദി ഇയർ, നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് ഷെയറിങ്ങിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് 3% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ്. ബട്ട് ടേൺ ഓവർ, ആളുകൾ പോയി, അവരിൽ എന്തുണ്ടായിട്ടുണ്ട്, ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം എത്രയാണ് ആക്ച്വലി സംഭവിച്ചത്, 2.5 ആണ് വരുന്നത്. അപ്പോൾ എൻ്റർപ്രൈസ് എത്ര ലയബിലിറ്റി ബുക്ക് ചെയ്യണം, മെഷേർഡ് റിയൽ ലയബിലിറ്റി, പ്രസൻറ്റ് ഒബ്ലിഗേഷൻ. പോയവർ പോയി, ഇനി എന്താ, 2.5 നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെയാണോ? ഇനി whether an entitlement of to earn leave which can be carried forward to future period is a short term employee benefit or long term employee benefit. നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്യുന്നത് എന്താ, ഷോർട്ട് ടൈമിൻ്റെ കാര്യമാണ്. ഗുഡ് സാർ, ഇവിടുത്തെ ചോദ്യം എന്താണ്, ചോദ്യം എന്ന് പറയുന്നത് സിമ്പിളാണ്. നമ്മുടെ ഏൺഡ് ലീവ് ഇല്ലേ, ഏൺഡ് ലീവ് നമ്മൾ ഫ്യൂച്ചർ പീരീഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് എപ്പോഴാണ് ഉണ്ടായേ, ഇപ്പോഴാണ് ഉണ്ടായേ ഈ ലയബിലിറ്റി, നമ്മളിത് ഫ്യൂച്ചറിലേക്ക് മാറ്റുകയാണ്. ഓക്കെയാണോ? അവർ ഏൺ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ കാര്യങ്ങൾ വരുന്നത്. ഓക്കെയാണോ? അപ്പം അത് ഷോർട്ട് ടൈം എംപ്ലോയി ബെനിഫിറ്റ് ആണോ ലോങ് ടൈം എംപ്ലോയി ബെനിഫിറ്റ് ആണോ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വഴിയായിട്ട് അതിനെ ഡീൽ ചെയ്യാം. ഓക്കെ, ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ എന്നാ പറഞ്ഞേക്കുന്നത്, ഏൺഡ് ലീവ് ഉണ്ട്, ഷോർട്ട് ടൈമും ഉണ്ട്, ലോങ് ടൈമും ഉണ്ട്. ഇനി ഷോർട്ട് ടൈം എന്താ, നമ്മുടെ ആ സർവീസ് റെൻഡർ ചെയ്ത് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് വിത്തിൻ 12 monthsനുള്ളിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഷോർട്ട് ടൈമാണ്. 12 months കഴിഞ്ഞിട്ട് ആണ് എങ്കിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്, ലോങ് ടൈം ആണ്. ഇനി ഷോർട്ട് ടൈമിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എടാ 1 മാസത്തെ ലീവ് എന്ന് പറയുന്നത് ഒരെണ്ണമാണ്, ഒരു ക്യാഷ് ലീവ് നമുക്കുണ്ട്. ആ ദിവസം പോയില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അന്നത്തെ സാലറി കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ഒരു ദിവസത്തെ സാലറി എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഇഫ് 31st 3rd 2025 നമ്മൾ നോക്കുകയാണെങ്കിൽ 10 എണ്ണം ഇനി എന്ത് ചെയ്യാൻ കിടപ്പുണ്ട്, എടുക്കാൻ കിടപ്പുണ്ട്. നമ്മൾ എക്സ്പെക്റ്റഡ് യൂട്ടിലൈസ് എന്ന് പറയുന്നത് ഈ വിത്തിൻ 12 months ആണ് എങ്കിൽ, വിത്തിൻ 12 months മീൻസ് ഈ ഒരു പീരീഡ് 31/3/2025 മുന്നേ നമുക്ക് എന്തുണ്ട്, 10 ദിവസത്തെ ലീവ് കിടപ്പുണ്ട്.
അത് നമ്മൾ അടുത്ത വർഷം 2026 ആകുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും, യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നോ ഡിസ്കൗണ്ട്, നോ ഇൻട്രസ്റ്റ് ടെക്നിക്ക്, അതൊന്നും നോക്കണ്ട. നിങ്ങളുടെ ഷോർട്ട് ടൈം ലയബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ് നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്നത് ഇൻറ്റു നിങ്ങളുടെ സാലറി പെർ ഡേ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാട്ട് എവർ ദ ബെനിഫിറ്റ് പെർ ഡേ. ഓക്കെ ആണോ? മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ. അടുത്തത് ഇനി ലോങ് ടൈമിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ലോങ് ടൈമിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എന്താണ് സംഭവം, നമുക്ക് ലോങ് ടൈം ഏൺ ചെയ്യുന്നത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. നമ്മൾ വിത്തിൻ 12 മന്ത്സിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് സെറ്റിൽമെൻറ്റ് നടത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നില്ല, ഏൺ ലീവ് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അങ്ങനത്തെ കേസിലായിരിക്കും ലോങ് ടൈമിനകത്തോട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ ആണോ? യെസ്. എടാ അൺയൂട്ടിലൈസ് ആയിട്ട് 31/3/2025 കിടക്കുന്നത് 60 ലീവാണ്. ഓക്കെ ആണോ? 60 ലീവ്, അത് 60 കിടപ്പുണ്ട്. നമ്മുടെ എസ്റ്റിമേഷൻസ് അനുസരിച്ച് വിത്തിൻ 12 മന്ത്സ് നമ്മൾ എത്ര എണ്ണം യൂട്ടിലൈസ് ചെയ്യും? 20 നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. എന്തൊക്കെ വന്നാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ സർവീസ് റെൻഡർ ചെയ്തു, അതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഒരു വർഷം, വിത്തിൻ 12 മന്ത്സിനുള്ളിൽ 20 ദിവസം യൂട്ടിലൈസ് ചെയ്യുമെന്നാണ്. അടുത്തത് അത് കഴിയുമ്പോഴത്തേന് എന്ത് വരും, നമ്മുടെ ലോങ് ടൈം കാറ്റഗറിക്കകത്തോട്ട് വരും. നിങ്ങൾക്കത് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയില്ല. സോറി. ഓക്കെ, ഇതെന്ന് പറയുന്നത് സർവീസ് റെൻഡർ ചെയ്തിട്ട് ഫിനാൻഷ്യൽ ഇയർ 31/3, അത് കഴിഞ്ഞിട്ട് 12 മന്ത്സ്, ഇത് കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കും, ഇത് ലോങ് ടൈം. ഇതായിരിക്കും നമ്മുടെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് റേറ്റ്, നമ്മൾ പ്രസന്റ് വാല്യൂവിൻ്റെ കഥ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. ആ ഡിസ്കൗണ്ട് റേറ്റ് നമ്മുടെ ഇൻഫ്ലേഷനെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അന്നത്തെ വാല്യൂൻ്റെ ഇന്നത്തെ പ്രസന്റ് വാല്യൂ എത്ര, അത് കമ്പ്യൂട്ട് ചെയ്യുന്ന 8% ആണെങ്കിൽ, നമ്മുടെ ഇതിൻ്റെ പീരീഡ് 2 ഇയർ ആണെങ്കിൽ ഷോർട്ട് ടൈം എന്തായിരിക്കും, 20 വിത്തിൻ 12 മന്ത്സിൻ്റെ കാര്യം പറഞ്ഞത് മുകളിലെ അതേ എക്സാമ്പിൾ തന്നെ, വിത്തിൻ 20 ഡേയ്സ്. സോറി, അതെന്ന് പറയുന്നത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന 20 ഡേയ്സ് ഇൻറ്റു 1000, ദാറ്റ് കംസ് ടു 20,000. ഇനി ലോങ് ടൈമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെയിം കൈൻഡ് 40 നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് എത്ര, 40 ഇൻറ്റു സാലറി പെർ ഡേ, ദാറ്റ് കംസ് ടു 40,000 റുപ്പീസ്. നമ്മളിനി പ്രസൻറ്റ് വാല്യൂ വെച്ച് ഡിസ്കൗണ്ടിങ് ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിയുവാണെങ്കിൽ ആ 40,000 ലയബിലിറ്റി അന്ന് നമുക്ക് ഉണ്ടാവും. ദെൻ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്ര, യെസ്, ദാറ്റ് കംസ് ടു 34,300. നമുക്ക് എങ്ങനെ എൻട്രി ഇടാം, എംപ്ലോയി ബെനിഫിറ്റ് അക്കൗണ്ട് ലെറ്റർ ടോട്ടൽ 20,000 പ്ലസ്. ഓക്കെ ആണോ? 2 ഷോർട്ട് ടൈമിനകത്ത് 20,000 പോവും, ലോങ് ടൈമിനകത്ത് 34,300 ആയിരിക്കും പോകുന്നത്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടാക്കേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല. ജസ്റ്റ് പിന്നെ ഡിസ്കൗണ്ടിങ് ടെക്നിക്കിൻ്റെ കാര്യങ്ങളാണ് എങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നമുക്ക്. എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് എനിക്ക് ഡിസ്കൗണ്ടിങ് ടെക്നിക്കിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, അറിയത്തില്ല, ജസ്റ്റ് കമൻറ്റ് ബിലോ. ഓക്കെ, ഇതാണ് നമ്മളുടെ ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈമിൻ്റെ നമ്മുടെ എന്താണ് അക്കൗണ്ടിങ് ടെക്നിക്ക്. നമ്മൾ ഈ ഒരു AS 15 എംപ്ലോയി ബെനിഫിറ്റ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നത് ഇതേ കാര്യം തന്നെയാണ് ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുന്നത്. എന്താണ്, വിത്തിൻ 12 മന്ത് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് ടൈം. ആഫ്റ്റർ ആണെങ്കിൽ ലോങ് ടൈം. ഇത് നിങ്ങൾ മറക്കരുത്.
ലോങ് ടൈം ആണെങ്കിൽ ഡിസ്കൗണ്ടിങ് ടെക്നിക്ക് യൂസ് ചെയ്യണം. അന്നത്തെ വാല്യൂ അല്ല ഇന്നത്തെ വാല്യൂയിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിറൈവ് ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ദെൻ എടാ സെയിം നമ്മുടെ ഇലിസ്ട്രേഷൻ നമ്പർ 4 ആൻഡ് 5 സെയിം കാര്യം തന്നെ. ഇന്ത്യൻ അതിൻ്റെ ആ ക്വസ്റ്റ്യൻ്റെ ഇൻറ്റൻഷൻ സെയിം തന്നെയാണ്. സെയിം കാര്യം തന്നെ. നമ്മൾ അൺയൂട്ടിലൈസ്ഡ് ആണെങ്കിൽ അതെന്ത് ചെയ്യാം, പ്രോബബ്ലി ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എസ്റ്റിമേഷൻ എടുത്ത് റെക്കോർഡ് ചെയ്യും. ഇതാണ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 5 ഡീൽ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ. ഓക്കെ, നമുക്കപ്പം വൗണ്ട് അപ്പ് ചെയ്യാം.